عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون. يا أيها الذين آمنوا عليكم أنفسكم لا يضركم من ضل إذا اهتديتم إلى الله مرجعكم جميعا فينبئكم بما كنتم تعملون. സമാദരണീയരായ സത്യവിശ്വാസികളെ, മാന്യ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ചും അവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയും ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. മുസ്ലിങ്ങൾ ഏതു കാലത്തും പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണ വിധേയരായത് പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിയുക്തരായ അംബിയാ മുർസലുകളാണ്. അതിൽ തന്നെ തീവ്രമായ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്ന പ്രവാചക ശ്രേഷ്ഠർ ദൃഢമനസ്കരും ദൃഢചിത്തരുമായ ഉലുൽ അസ്ം എന്ന് സവിശേഷമായ നാമത്തിൽ അറിയപ്പെടുന്ന പ്രവാചക ശ്രേഷ്ഠന്മാരാണ് എന്നൊക്കെ നമുക്കറിയാം. ആ പ്രവാചക ശ്രേഷ്ഠന്മാരും സച്ചരിതരായ അവരുടെ അനുചരന്മാരും എങ്ങനെയാണ് അവർ നേരിട്ട പരീക്ഷണങ്ങളെ അതിജയിച്ചത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ഖുതുബകളിലൂടെ പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു ജീവിതം തുടർന്നു പോകുമ്പോൾ മാത്രമാണ് പരീക്ഷണങ്ങൾ നിസ്സാരമായി തിണവൽ കേൾക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക. 5 നേരത്തെ നമസ്കാരത്തിൽ 17 തവണ നിർബന്ധമായും അല്ലാഹുവിനോട് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ ആ സിറാത്തുൽ മുസ്തഖീം അവലംബിച്ച് ജീവിക്കേണ്ടതിൻ്റെ അനിവാര്യത കൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മുഫസ്സിറുകൾ എന്തിനാണ് വിശ്വാസി വീണ്ടും സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നേരായ പാത, ചൊവ്വായ പാത, സ്ട്രെയിറ്റ് പാത്ത് അതെൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരണം എന്ന് ഒരു വിശ്വാസി എന്തിന് പ്രാർത്ഥിക്കണം? ആ ഒരു മാർഗം അവലംബിച്ചതുകൊണ്ടാണല്ലോ അവൻ വിശ്വാസിയായത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ജീവിതത്തിൽ ഒരിക്കലും കൈവിടാതെ അനിവാര്യമായും സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചാണ് അപ്പറയുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിച്ചിരുന്ന നിരവധി പ്രാർത്ഥനകളിൽ ഇമാം അഹ്മദും തൊബറാനിയുമൊക്കെ റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: كان رسول الله صلى الله عليه وسلم إذا أصبح يقول أصبحنا على فطرة الإسلام
അല്ലാഹുവേ, നിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിൽ എനിക്ക് എൻ്റെ പ്രഭാത വേള കഴിച്ചുകൂട്ടാൻ അവസരം ലഭിച്ചിരിക്കുന്നു. വേറൊരു ഹദീസിൽ അള്ളാഹിൻ്റെ പ്രവാചകൻ പറഞ്ഞു, മനുഷ്യന്മാർ ചിലപ്പോൾ യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറ, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ പിശാചിൻ്റെ പ്രേരണകൾക്ക് വഴങ്ങി ഒക്കെ ഇസ്ലാമിൻ്റെ ആ ശരിയായ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോവും. അവൻ വൈകുന്നേരം മുഅ്മിനായിരിക്കും ഒരു പക്ഷേ പ്രഭാതമാകുമ്പോഴേക്കും ഈമാൻ്റെ പുറത്തേക്ക് പോവാണ്. പെട്ടെന്നുണ്ട്, തിരിച്ചു ആകാം. അതല്ലെങ്കിൽ പ്രഭാതത്തിൽ മുസ്ലിമാണ്, വൈകുന്നേരമാകുമ്പോഴേക്ക് അയാൾ ആ ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയാണ്. ഇവിടെ ഒരു വിശ്വാസിയോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, റബ്ബേ, നിന്റെ അനുഗ്രഹം കൊണ്ട് ഈ പ്രഭാതവേളയിൽ, ഇതേ പ്രാർത്ഥന വൈകുന്നേരവും പ്രാർത്ഥിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല്. അവിടെ അസ്ബഹ്ന എന്ന ആ പ്രയോഗത്തിന് പകരം അംസൈന, അള്ളാഹുവെ നിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സായം സന്ധ്യയിൽ, ഈ വൈകുന്നേര സമയത്ത് ഞാനിതാ നിന്റെ ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ്. വകലിമത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന തൗഹീദാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്ത ഒരു ജീവിതം എനിക്ക് നയിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നു റബ്ബേ. വദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ആ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ എനിക്ക് സാധിച്ചിരിക്കുന്നു. വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം, ഞങ്ങളുടെ ആദർശ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ആദർശ സരണിയും പിന്തുടർന്ന് ജീവിക്കാൻ റബ്ബേ എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഹനീഫൻ മുസ്ലിമൻ, വക്രതയില്ലാത്ത അള്ളാഹുവിൻ്റെ ശാസനകൾ ശിരസ വഹിച്ച ആ പ്രവാചക പുങ്കവന്റെ സൽസരണി. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ശിർക്കൻ വിശ്വാസങ്ങളെ പുൽകിയിരുന്നില്ല. അത് അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ശുദ്ധ പ്രകൃതി അവലംബിക്കാൻ നാഥ എനിക്ക് നീ അവസരം ലഭിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അതൊക്കെ എപ്പോഴും ആ ശുദ്ധ പ്രകൃതിയാകുന്ന ഇസ്ലാമും ഇഖ്ലാസാകുന്ന ഇഖ്ലാസിൽ ഊട്ടപ്പെട്ട ആ ഈമാനും ആ തൗഹീദൊക്കെ അംഗീകരിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഇസ്തിഖാമത്തിൻ്റെ പ്രാധാന്യമാണ് വിശ്വാസിയെ പഠിപ്പിക്കുന്നത്. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലയിൽ നിന്ന് വന്ന ഒരു അസർ ഹദീസ് ഗ്രന്ഥങ്ങളിലും മറ്റും ഉദ്ധരിക്കപ്പെട്ട് കാണാം. എന്തായിരുന്നു അത്? അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി ഈമാനിനെ കുറിച്ച്. അന്നഹു ഖാൽ ലൈസൽ ഈമാൻ ബിത്തമന്നി വലാ ബിത്തഹല്ലി, ഒരു മനുഷ്യൻ്റെ ഈമാന് എന്ന് പറയുന്നത് അവൻ്റെ വ്യാമോഹവുമായി ബന്ധപ്പെട്ടതല്ല. ഞാൻ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റോരെന്നെ കഴിച്ചിലാക്കുമായിരിക്കും, അങ്ങനെ ഞാനും സ്വർഗത്ത് പോകേരിക്കും, അങ്ങനെ ഉണ്ടല്ലോ ഓരോ പൂതികൾ. അതിന് ആഗ്രഹം എന്നല്ല പറയാം, നടക്കാത്ത ചില ആഗ്രഹങ്ങൾ പൂതി എന്ന് വേണമെങ്കിൽ നമ്മൾ പച്ച മലയാളത്തിൽ പറയാറുണ്ട്. ആ പൂതിയും വെച്ച് കൊണ്ട് നടക്കലല്ല യഥാർത്ഥത്തിൽ ഈമാൻ. വലാ ബിത്തഹല്ലി, അവൻ്റെ പ്രകടന പരത കൊണ്ടും നേടിയെടുക്കാൻ പറ്റിയതല്ല ഈമാൻ. പച്ച ഷാളിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി നല്ലൊരു തൊപ്പി വെച്ച് നീണ്ട താടിയൊക്കെ വെച്ച് ഒരു മുഅ്മിന്റെ കോലത്തിൽ നടന്നു എന്ന് വിചാരിച്ച് ഓന് മുഅ്മിനായിക്കൊള്ളണമെന്നില്ല. പർദ്ദന്നെ ധരിക്കുള്ളൂ, ആള് ഭയങ്കര ഉഷാറാണ് എന്ന് വിചാരിച്ചത് കൊണ്ട് കാര്യമില്ല. അതിലൊന്നും അർത്ഥമില്ല. ഇസ്ലാമിന് ഡ്രസ് കോഡില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. താടി വളർത്തേണ്ടതില്ല എന്നും അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം.
ആ വേഷവിധാനം ഒക്കെ, പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾ മുഅ്മിനാവുകയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് ഹസൻ ബസരി റഹ്മഹുള്ള പഠിപ്പിക്കുന്നത്. പിന്നെ എന്താണ് ഈമാൻ? വലാകിൻ മാ വഖറ ഫിൽ ഖൽബ് വസദ്ദഖഹുൽ അമൽ. ഈമാൻ എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു സംഗതിയാണ്. ആ വിശ്വാസം അങ്ങനെ ആഴത്തിൽ വിശ്വാസം വേരൂന്നുമ്പോഴാണ് വസദ്ദഖഹുൽ അമൽ, അതിനനുസരിച്ച് തന്റെ പ്രവർത്തനം അന്വർത്ഥമാക്കുക. ആ ഈമാനിനനുസരിച്ചായിരിക്കണം പ്രവർത്തനം. അപ്പൊ ആള് കാണുന്നുണ്ടോ കാണുന്നില്ലേ, രഹസ്യാണോ പരസ്യാണോ ഒന്നുമില്ല. അവിടെ അള്ളാഹുവിൻ്റെ ശാസനകൾ ശിരസ വഹിക്കാൻ ഏത് സ്വകാര്യതയിലും അയാൾക്ക് സാധിക്കും. വഇന്ന ഖൗമൻ ഖറജൂ മിനദ് ദുനിയ, ചില ആൾക്കാരൊക്കെ ഈ ദുനിയാവൊന്ന് വിട്ടുപിരിഞ്ഞു പോകുന്നത് വലാ അമല ലഹും, കാര്യമായ അമലൊന്നും ചെയ്തിട്ടുണ്ടാവൂല. വഖാലൂ നഹ്നു നുഹ്സിനു ളന്ന ബില്ലാഹ്, ഓൾക്ക് ആകെ പറയുള്ളത് അള്ളാഹ് ഓലെ കഴിച്ചിലാക്കുമായിരിക്കും എന്ന, റബ്ബ് ഞങ്ങളൊപ്പാണ് എന്ന ഒരു മൗഢ്യമാണ് ജീവിതത്തിൽ അവരെ ഭരിച്ചിരുന്നത്. വഖദബു, അവരാ പറഞ്ഞത് വ്യാജമാണ്. ലൗ അഹ്സനു അള്ളന്ന, നല്ല ഒരു വിചാരം അള്ളാഹിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ല അഹ്സനു അൽ അമൽ, അതനുസരിച്ച് അവർക്ക് കർമ്മങ്ങളെ നന്നാക്കാൻ കഴിയുമായിരുന്നു. ആ കർമ്മങ്ങൾ നന്നാക്കാതെ ഒരിക്കലും ഒരാൾക്ക് ശരിയായ വിശ്വാസിയാകാൻ സാധ്യമല്ല. അത് ഒരു വ്യാജ വർത്തമാനം മാത്രമാണ്. വിശുദ്ധ ഖുർആനിലെ 77-ാമത്തെ അധ്യായം സൂറത്തുൽ മുർസലാത്ത്, ആ മുർസലാത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല 50 ആയത്തുകളുള്ള ആ വിശുദ്ധ ഖുർആന്റെ ഒരു സാമാന്യം ചെറിയ സൂറയിലെ 10 ആയത്തും വ്യാജന്മാർക്കാണ് നാശം എന്ന സംഗതി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പരലോകത്ത് തങ്ങളാണ് വിശ്വാസികൾ, തങ്ങളാണ് മുഅ്മിനുകൾ, തങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുത്ത ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് ആ പരലോകത്തെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മനുഷ്യന്മാർ, അല്ലെങ്കിൽ അള്ളാഹുവിനെ പൂർണ്ണമായും നിഷേധിച്ച ആളുകൾ, യഥാർത്ഥ മുഅ്മിനുകളായി ജീവിക്കേണ്ടതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ കൽപ്പിച്ച കാര്യങ്ങളോട് മുഖം തിരിച്ച മനുഷ്യന്മാരെ, എല്ലാ അർത്ഥത്തിലും വ്യാജന്മാരായ ആളുകളെക്കുറിച്ച് അതിൽ പരാമർശമുണ്ട്. വൈലുൻ യൗമഇദിൻ ലിൽ മുകദ്ദിബീൻ ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യൂദനു ലഹും ഫയഅ്തദിറൂൻ. കാര്യങ്ങൾ കളവാക്കിയ മനുഷ്യന്മാർ, അവർക്കാണ് നാശം. അവരുടെ അവസ്ഥ എന്താണെന്നറിയോ? ഹാദാ യൗമു ലാ യൻതിഖൂൻ, അവർക്ക് ഒരക്ഷരം ഉരിയാടാനുള്ള അവസരം അവിടെ വെച്ചുണ്ടാകില്ല. വലാ യൂദനു ലഹും ഫയഅ്തദിറൂൻ, അള്ളാന്റെ മുന്നിൽ എന്തെങ്കിലും ഒരു ഉപാധികൾ, ഒരു റീസൺ പറഞ്ഞിട്ട്, ഒരു ഉദ്ർ പറഞ്ഞിട്ട് കഴിച്ചിലാകാന്ന് വിചാരിച്ചാൽ അതിനൊട്ട് സമ്മതിക്കൂല, മിണ്ടാൻ പറ്റൂല. വൈലുൻ യൗമഇദിൽ മുകദ്ദിബീൻ, സത്യത്തെ കളവാക്കിയ ആളുകൾക്കാണ് അന്നേരം നാശം. ഹാദാ യൗമുൽ ഫസ്ൽ ജമഅനാകും വൽ അവ്വലീൻ, അതുവരെ ജീവിച്ചു മരിച്ചുപോയ കോടാനക്കോടി മനുഷ്യന്മാരെ മുഴുവനും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്ക് ഹാജരാക്കപ്പെട്ട ദിവസം. അവിടെ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കപ്പെടും. ആരാണ് സത്യത്തിൻ്റെ പക്ഷത്ത് നിന്നത്, ആരാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചത്, ആരാണ് അല്ലാത്ത ജീവിതം നയിച്ചത്, അവരെയൊക്കെ ഒന്ന് വേർതിരിക്കും. ഫഇൻ കാന ലകും കൈദുൻ ഫകീദൂൻ, ആ റബ്ബിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു കുതന്ത്രം പ്രയോഗിച്ച് രക്ഷപ്പെടാനാവുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. കഴിയില്ല.
വൈലു യൗമൈദിൽ ലിൽമുകദ്ദിബീൻ. സത്യത്തെ വ്യാജമാക്കിയ ആളുകൾക്കാണ് എല്ലാ നാശവും. ഈ ആയത്തുകൾ ഇങ്ങനെ തുടരുക. കുലൂ വതമത്തഉ ഖലീലാ ഇന്നകും മുജ്രിമൂൻ. ദുനിയാവിലുള്ള ഈ ഐഹിക ജീവിതം ഉണ്ടല്ലോ, അതൊക്കെ കുറച്ചേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് സുഖിക്കുകയും ഭുഗിക്കുകയും ആഡംബര പ്രമത്തതയിൽ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നക്കും മുജ്രിമൂൻ, റബ്ബിനെ മറന്ന് ജീവിച്ച നിങ്ങൾ കുറ്റവാളികളാണ്. വൈലു യൗമൈദിൽ ലിൽമുകദ്ദിബീൻ. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ വ്യാജമാക്കിയ ആളുകൾക്കാണ് നാശം. അവരൊരു സ്വഭാവം കൂടെ പറയുന്നുണ്ട്. വഇദാ ഖീല ലഹും ഇർകഊ ലാ യർകഊൻ. ആ 5 നേരത്തെ ഫർള് നമസ്കാരത്തിന് അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ സാഷ്ടാംഗം നമിക്കുക, അല്ലെങ്കിൽ റുക്കൂ ചെയ്യുക, നമസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതവർക്കൊരു ഭാര, അവർക്കത് ചെയ്യാൻ കഴിയില്ല. വൈലു യൗമഇദിൽ ലിൽമുകദ്ദിബീൻ. അള്ളാഹുവിനെ വ്യാജമാക്കിയ, അവൻ്റെ ശാസനകളെ തള്ളിക്കളഞ്ഞ ആളുകൾക്കാണ് നാശം. ആ സൂറ അവസാനിക്കുന്നത് ഒരൊറ്റ ചോദ്യം മുന്നിൽ വെച്ച ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുമിനൂൻ. വരാൻ പോകുന്ന ആ വൃത്താന്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് വിശ്വാസമല്ലെങ്കിൽ പിന്നെ എന്താ നിങ്ങളൊക്കെ വിശ്വസിക്കുന്നത്? ഏതൊരു വൃത്താന്തത്തിലാണ് മനുഷ്യന്മാരെ നിങ്ങൾ വിശ്വസിക്കുന്നത്? ഇതൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ ആരുടെ കൂട്ടത്തിലാവിടുക? വൈലു യൗമഇദിൽ ലിൽമുകദ്ദിബീൻ. നഊദു ബില്ലാഹ്. ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും ആ വ്യാജങ്ങളെ കൈവെടിഞ്ഞുകൊണ്ട് റബ്ബ് നമുക്ക് നൽകിയ ആ സത്യസന്ധമായ ദീന് പുൽകി ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ള അവസരമാണ് ദുനിയാവിലുള്ള ചെറിയ ഈ ഇടവേള. ഞാൻ ഖുതുബയുടെ ആദ്യത്തിൽ ഓതിക്കേൾപ്പിച്ചത് വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മായിദയിലെ 104, 105 ആയത്തുകളാണ്. വിശ്വാസികളോട് അള്ളാഹു വ്യാജന്മാരായ ചില ആളുകളെക്കുറിച്ച് പഠിപ്പിക്കുക. എന്താ? വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ്. അല്ലാഹ് ഇറക്കിയ വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകണം എന്ന് അവരോട് പറയപ്പെട്ടാൽ വഇലർ റസൂൽ, അത് പഠിപ്പിച്ചു തരാൻ വന്ന പ്രവാചക ശ്രേഷ്ഠനെയും നിങ്ങൾ പിൻപറ്റണം എന്ന് അവരോട് പറയപ്പെട്ടാൽ ആ വ്യാജന്മാരായ ആളുകളുടെ സ്വഭാവം എന്താണെന്നറിയോ? ഖാലു ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാന. മക്കയിലെ മുശ്രിക്കുകളും ഇതേ സ്വഭാവക്കാരായിരുന്നു. അവർക്കൊന്നേ മറുപടി പറയാനുള്ളൂ, പുതിയ ഒരു ദീന് അത് ഞങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ ഈ പറയുന്നൊക്കെ പുതിയതാ. അവരുടെ ഭാഷയിൽ മുഹമ്മദും പുതിയ ആളായിരുന്നു. ഞങ്ങളാണ് ഇബ്രാഹിം നബിന്റെ മതം പിടിച്ച് ജീവിക്കുന്നവർ എന്നാണ് അവർ വാദിച്ചത്. അതുകൊണ്ട് ഞങ്ങളുടെ കാരണവന്മാർ എന്താണോ ദീനായി ഞങ്ങൾക്ക് കാണിച്ചു തന്നത് അതേ ഞങ്ങൾ സ്വീകരിക്കും. ഖുർആൻ ഞങ്ങൾക്ക് ബാധകമല്ല, അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തും ഞങ്ങൾക്ക് ബാധകമല്ല എന്നായിരിക്കും അവരുടെ മറുപടി. കാരണവന്മാരുടെ ആ പിൻപറ്റലും അവരെ അനുധാവനം ചെയ്യുന്നു എന്നും അവകാശപ്പെടുന്ന ആളുകളോട് ഖുർആനിന്റെ ചോദ്യം, അവലൗ കാന ആബാഅഹും ലാ യഅഖലു ആബാഅഹും ലാ യഅലമൂന ശൈഅ. യാതൊന്നും അറിയാത്ത പടുവിഡ്ഢികളായിരുന്നു നിങ്ങളുടെ പ്രപിതാക്കന്മാരെങ്കിൽ അവരെ പിൻപറ്റുകയാണോ നിങ്ങൾ വേണ്ടത്? വലാ യഹ്തദൂൻ, അവർ മാർഗദർശനം പ്രാപിച്ചവരല്ലെങ്കിലും അവരെയാണോ നിങ്ങൾ പിൻപറ്റുന്നത്? എന്നിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു സംഗതി, യാ അയ്യുഹല്ലദീന ആമനൂ അലൈക്കും അൻഫുസകും. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. ലാ യദുറുക്കും മൻ ളല്ല ഇദ ഇഹ്തദൈതും.
നിങ്ങൾ ആ ഹിദായത്തിൻ്റെ പാത മുറുകെ പിടിക്കുകയാണെങ്കിൽ വേറെ ആര് വഴിപിഴച്ച ആശയം പറഞ്ഞാലും ആചാരം സ്വീകരിച്ചാലും അനുഷ്ഠാനങ്ങൾ ചെയ്താലും എന്ത് ചെയ്താലും അതൊന്നും നിങ്ങൾക്കൊരു ദോഷവും വരുത്തൂല. നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ ഇലല്ലാഹി മർജിഉകും ജമീഅ, നിങ്ങളുടെയൊക്കെ മടക്കം അല്ലാഹുവിങ്കലേക്കാണ്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൃത്യമായി അറിയിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഹിദായത്തിൻ്റെ പാത മുറുകെ പിടിക്കുകയും അതിനനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുകയും ചെയ്യുക. എന്താണ് ഇസ്തിഖാമത്ത് എന്നാണ് നമ്മൾ പഠിച്ചു വന്നത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിന് പഠിപ്പിച്ചത് ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ ഹിയ സുലൂഖുസ് സിറാത്തിൽ മുസ്തഖീം, ആ ചൊവ്വായ പാതയിൽ എന്തൊക്കെ അവലംബിക്കണമോ എന്തൊക്കെ വിശ്വസിക്കണമോ അത് മുറുകെ പിടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വഹുവ ദീനുൽ ഖയ്യിം, വക്രതയില്ലാത്ത ഖുജുവായ മതത്തിൻ്റെ ആ പാതയാണത്. മിൻ ഗൈരി മൈലിൻ അൻഹു യുംന വല യുസ്ര, ഇടത്തോട്ടും വലത്തോട്ടും അതും ശരി ഇതും ശരി അങ്ങനെയാകാം ഇങ്ങനെയാകാന്ന് പറഞ്ഞിട്ടാകരുത് അവൻ്റെ ദീന്. വയശ്മിലു ദാലിക ഫിഅല ത്വാആത് കുല്ലഹ, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ഇസ്തിഖാമത്തിൻ്റെ പാത. അല്ലാഹിറ വൽ ബാത്തിന, പ്രത്യക്ഷവും പരോക്ഷവുമായ ഈ രൂപത്തിലാണ് മഹാരഥന്മാരായ ആളുകൾ അതിനെ നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത്, പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടും മനസ്സിലാക്കിയും വിശ്വാസ വൈകൃതങ്ങളില്ലാതെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പ്രകടന പരതയോ അതല്ലെങ്കിൽ അത്യാചാരങ്ങളോ കടന്നുകൂടാതെ ശരിയായ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ അർത്ഥത്തിലും ശരിയായ വിശ്വാസിയായി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അതാണ് ഇസ്തിഖാമത്തിൻ്റെ വഴി എന്നാണ് നമ്മൾ കേട്ടത്. എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഇതര സമുദായങ്ങളെപ്പോലെ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും ഒക്കെ പിന്നാലെ പോകുന്നു എന്ന് ചോദിച്ചാൽ ആ ഇസ്തിഖാമത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മണലിൽ വര വരച്ച് ചിത്രം വരച്ച് പഠിപ്പിച്ചതാണ്, ഞാൻ കാണിച്ചു തന്ന പാതയാണ് അവലംബിക്കേണ്ടത്. ഖുർആനായത്ത് വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു, ആ സിറാത്തുൽ മുസ്തഖീം അവലംബിക്കണം, അത് ഞാൻ കാണിച്ചു തന്ന പാതയാണ്. വലാ തത്തബിഉസ് സുബുൽ, പല പാതകളും ഉണ്ട് ദുനിയാവിൽ, അങ്ങനെയാണ്. എന്നാൽ അതൊന്നും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ത്വരീഖത്തിൻ്റെ പേരിൽ മദ്ഹബിൻ്റെ പക്ഷപാതിത്വപരമായ മദ്ഹബിൻ്റെ പേരിൽ ഞങ്ങളെ ഇമാം ഇങ്ങനെ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച ആ അധ്യാപനങ്ങൾക്കൊരു സ്ഥാനമില്ല. വിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോഴും അത് അള്ളാൻ്റെ കലാമ, അത് ദലീലിന് വരെ കൊള്ളൂല എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. ഇത് തെളിവിന് ഖുർആൻ പറ്റൂല എന്ന് പറഞ്ഞ ആലിമീങ്ങൾ,
അത് അങ്ങനെ പറഞ്ഞ ആലിമീങ്ങൾ 40 അല്ല 400 ഉണ്ട് എന്ന് വിചാരിച്ചാൽ അതെങ്ങനെ ശരിയാവുക? ശരിയാവില്ല. ഇപ്പം ആകെ നമ്മൾ കേൾക്കണത് 40 ആളിൽ ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാണ്ട് നിങ്ങൾ കള്ളന്മാരാണ് എന്ന് പറഞ്ഞു എന്നാ. പറഞ്ഞാളോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ ആളുകളാണ് ലക്ഷക്കണക്കായ പാവപ്പെട്ട കുട്ടികളെ ഗൈബിയായ കാര്യം അല്ലാത്തവർക്കും അറിയാം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കള്ള ആയത്ത് ഉണ്ടാക്കി അതിന് പ്രത്യേകം വഖഫിൻ്റെ അലാമത്ത് കൊടുത്ത് നമ്പർ ഇട്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തമാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിന് മൊത്തം അപമാനമായ ജിന്നുമ്മമാരുടെയും ജിന്ന് കേന്ദ്രങ്ങളുടെയും കഥകളായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യുവതിയായ പെൺകുട്ടിക്ക് അവളുടെ ട്രാപ്പിൽ സമ്പന്നരായ നിരവധി ആളുകളെ നമ്മൾ 590 അവൻ്റെ കേസ് ഇപ്പം കേൾക്കണുള്ളൂ. ഇതൊന്നുമല്ല, ഇതിൻ്റെ പിന്നിൽ വലിയ കൊമ്പന്മാരുണ്ട്, അതിന് വളം വെച്ചു കൊടുത്തവരുണ്ട്, ആ വിശ്വാസത്തിലേക്ക് ഈ ഉമ്മത്തിനെ തള്ളിവിട്ടവരുണ്ട്. അവരൊക്കെ ഇതിൽ പ്രതികളാണ്. അല്ലാത്തവർക്ക് ഗൈബ് അറിയുന്നു. വിശുദ്ധ ഖുർആനിൽ സംശയലേശമെന്നെ പഠിപ്പിച്ച സംഗതിയാണ് ആലിമുൽ ഗൈബ് ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. ഗൈബിയായ കാര്യം, മറഞ്ഞ കാര്യം, അദൃശ്യമായ കാര്യം അത് അറിയുന്നവൻ അല്ലാഹുവാണ്. ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദാ. എന്നാൽ അവൻ തൻ്റെ അദൃശ്യജ്ഞാനം ഗൈബിയായ കാര്യം യാതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഖുർആനിൽ വിശ്വസിക്കണ്ടേ നമ്മള്? വെളിപ്പെടുത്തി കൊടുക്കൂല. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വേണ്ടി ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകനും അനുചരന്മാർക്കും സദ്യ ഒരുക്കിയിട്ട് വമ്പം പാറക്കല്ല് ആ ബിൽഡിങ്ങിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് പ്രവാചകനോട് ഇവിടെ ഇങ്ങനെ ചാരി ഇരിക്കാൻ പറഞ്ഞു. എല്ലാവർക്കും സദ്യ വിളമ്പാൻ പോവുക. പ്രവാചകനുണ്ട്, അനുചരന്മാരുണ്ട്. പ്രവാചകൻ ഇരിക്കുന്ന ആ സ്ഥലത്തിന് കണക്കാക്കിയിട്ട് ഒരു വലിയ പാറക്കല്ല് മേലെന്ന് ഉരുത്തി തള്ളിയിട്ട് അള്ളാന്റെ റസൂലിനെ കൊല്ലാനുള്ള ശ്രമ. പഠിച്ചതും അറിഞ്ഞതുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അറിയിച്ചു കൊടുത്തു, പെട്ടെന്ന് എണീക്കണം ഇവിടുന്ന്, ഇല്ലെങ്കിൽ ജീവൻ തന്നെ ഇഷ്ടപ്പെടാൻ പോവാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പായിട്ട് ചാടി എണീറ്റിട്ട് സഹാബത്തിനോട് പറഞ്ഞു വരികയായിരുന്നു. അവർക്കെതിരെ യുദ്ധം നടന്നുണ്ട്. ചരിത്രത്തിൽ അറിയാവുന്ന സംഭവമാണ്. വല്ലാഹു യഅസിമുക മിനന്നാസ്. അത്തരം അപകടങ്ങളിൽ നിന്ന് അള്ളയാണ് രക്ഷപ്പെടുത്തിയത്. ഖൈബർ അള്ളാന്റെ റസൂലിനെ ക്ഷണിച്ചിട്ട് ആട്ടിറച്ചിയിൽ വിഷം കലർത്തിയിട്ടാണ് കൊടുത്തത്. പ്രവാചകന്റെ കൂടെയുള്ള ഒരു സഹാബി അത് കഴിച്ചു. അള്ളാന്റെ റസൂൽ അത് വായിൽ വെക്കുമ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കയ്യിന് തട്ടി തെറിപ്പിച്ചു, അതിൽ വിഷമുണ്ട് എന്ന് അറിയിച്ചു. അത് കഴിച്ച സഹാബി മരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടു. ആ ജൂത സ്ത്രീയെ പ്രവാചകന്റെ മുമ്പിൽ ഹാജരാക്കി അവരെ കൊല്ലണം എന്നൊക്കെ വികാരഭരിതരായി പറഞ്ഞ അള്ളാന്റെ റസൂല് അവരെ വെട്ടിയിട്ട് ചോദിച്ചു, എന്തിനാ ഈ പണി ചെയ്തത്? അപ്പോഴാണ് അവർ പറഞ്ഞത്, താങ്കൾ ശരിയായ പ്രവാചകനാണെങ്കിൽ അള്ളാഹു താങ്കളെ അത് അറിയിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ശല്യത്തിൽ നിന്ന് ഈ സമൂഹം കഴിച്ചിലാട്ടെ എന്ന് വിചാരിച്ചാണ്. കൊല്ലാൻ തന്നെയാണ് ചെയ്തത്. സത്യസന്ധമായി പറഞ്ഞു, നിങ്ങളെ അള്ളാഹു രക്ഷിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അള്ളാഹു ആ വിവരം തന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ മുസ്ലിം ആകുന്നു. അപ്പം അറിയിച്ചു കൊടുത്തു, അറിഞ്ഞു. അറിയിച്ചു കൊടുക്കാത്തതോ അറിഞ്ഞിട്ടില്ല. ഇനി ആർക്കാണത് അറിയിച്ചു കൊടുക്കുക? റസൂൽ, അള്ളാഹു തൃപ്തിപ്പെട്ട റസൂലിനല്ലാതെ ഗൈബിയായ കാര്യം ആർക്കും അറിയിച്ചു കൊടുക്കൂല. പക്ഷേ നമ്മളുടെ
40 അംഗവും 400 അംഗവും 4000 കോടിയും ഒക്കെ കൂടെ എന്ത് തീരുമാനിച്ചു എന്നറിയോ? ഈ ഖുർആനിന്റെ കഴുത്തിൽ കത്തിവെച്ചു. എന്തേ അവര് ചെയ്തു കാര്യങ്ങള്? ഇല്ലാ മനിർത്തലാ മിൻ റസൂലിൻ എന്ന ആയത്തിനെ ഖണ്ഡിച്ചിട്ട് ഇല്ലാ മനിർത്തലാ അവിടെ വഖഫിന്റെ അലാമത്ത് കൊടുത്തു, അവിടെ ആയത്തിന് നമ്പർ ഇട്ടു. അതിനനുസരിച്ച് കുട്ടികളോട് ചോദ്യം, ആർക്കൊക്കെ ഗൈബറിയാം? അപ്പൊ അള്ളാന്റെ റസൂലിന് അള്ളാഹു അറിയിച്ചു കൊടുത്ത മുർസലുകൾക്ക് നല്ല ഉത്തരം വരിക എന്താ? ഇല്ലാ മനിർത്തലാ മിൻ റസൂലിൻ എന്ന് പറയേണ്ടതിന് പകരം ഇല്ലാ മനിർത്തലാ എന്ന് മാത്രം പറഞ്ഞ് അവിടെ നിർത്തി വഖഫിന്റെ ചിഹ്നമിട്ടപ്പോൾ അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടവർക്കൊക്കെ കൈവറിയിച്ചു കൊടുക്കും എന്ന അർത്ഥം വരും. അങ്ങനെ പഠിപ്പിച്ചു കൊല്ലങ്ങളോളം. 8-10 കൊല്ലം അങ്ങനെ ലക്ഷക്കണക്കായ കുട്ടികളുടെ മനസ്സിൽ അള്ളല്ലാത്ത മുസ്ലിങ്ങൾക്ക് അള്ള അറിയിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ ഗൈബറിയൂ എന്ന പരമമായ യാഥാർത്ഥ്യം മറച്ചുവെച്ചു. അള്ള ഇഷ്ടപ്പെട്ട ഔലിയാക്കന്മാർക്കും ഗൈബ് അറിയുമെന്ന് വെറ്റിത്തീർത്തു. അതിൽ ജിന്നുമ്മയും പെട്ടു. ഇപ്പൊ ജിന്നുമ്മാക്ക് അറിയാൻ പറ്റും എവിടെയാണ് സ്വർണ്ണുള്ളത്, എവിടെയാണ് നിധിയുള്ളത് എന്ന്. കാസർഗോഡ് ജില്ലയുടെ പല ഭാഗത്തും പല പണക്കാരായ ആളുകളെയും ഇതിൽ പെടുത്തി. ഈ 590 ഇപ്പോഴും വീണ്ടെടുക്കാൻ പറ്റാത്ത സ്വർണ്ണ കൂടുതലുള്ളത്. ഏതാനും പവനുകൾ മാത്രമേ ജ്വല്ലറികളിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ആരൊക്കെയെന്ന് വന്നപ്പോൾ നമ്മളിപ്പോൾ ആ പ്രമുഖന്മാരെ ചിത്രവും ഫോട്ടോ ഒക്കെ കൂടെ കാണുമ്പോൾ ഈ പെരീക്ക് 4 ആൾക്കാരിങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകണ് കണ്ടിട്ട് നമ്മൾ ഞെട്ടുകയാണ്. ഈ പടപ്പൊക്കെ എങ്ങനെ ഇപ്പം ഇവിടെ എത്തിയെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തേ ഇത്തരത്തിലുള്ള ദുരന്തത്തിൽ മുസ്ലിം ഉമ്മത്ത് പെടാൻ കാരണം? ഖുർആൻ പഠിച്ചില്ല. ഖുർആൻ പഠിപ്പിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂല് സംശയലേശമെന്നെ പഠിപ്പിച്ചു. മന്നത്താറാഫൻ കാര്യങ്ങൾ വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുന്ന ഒരു പ്രവചനം നടത്തുന്നയാളെ, അത് മുസ്ലിമായാലും വേണ്ടിയില്ല, പിന്നെ മുസ്ലിമായാലും വേണ്ടിയില്ല, തങ്ങളായാലും വേണ്ടിയില്ല, ബീവി ആയാലും വേണ്ടിയില്ല, ഭീമനായാലും വേണ്ടിയില്ല, ഒരു അറാഫ് എന്ന് പറയാൻ പറ്റിയ വരാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുന്ന ഒരാൾ സമീപിച്ചിട്ട് ഫസഅലഹു അൻ ഷൈഇൻ അയാളോട് വല്ലതും ചോദിച്ച് ഫസദ്ദഖഹു അയാൾ പറയുന്നത് അങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ലം തുഖ്ബൽ ലഹു സ്വലാത്ത 40 യൗമ 40 ദിവസം പിന്നെ ഞാനും മുഅ്മിനാണെന്ന് നിസ്കരിച്ചിട്ട് കാര്യമില്ല, ആ നിസ്കാരം പോലും അള്ളാഹു സ്വീകരിക്കില്ല. അത്രയേറെ ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമായി ഇത്തരം വിശ്വാസങ്ങളെ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചു. അതുകൊണ്ട് യഥാർത്ഥ ദീന് പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പൊറുത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കും ാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലോകമെമ്പാടും പ്രയാസം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖുനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ